ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണം ഇപ്പോൾ ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. പലരും എങ്ങനെ കാർഡ് ഉപയോഗിക്കണം എന്ന് മനസ്സിലാക്കാതെയാണ് ക്രെഡിറ്റ് കാർഡുകൾ എടുക്കുന്നത്. പലപ്പോഴും നമ്മൾ ബാങ്കിൽ ചെല്ലുന്ന സമയത്ത്, ഇല്ലെങ്കിൽ മാളിൽ ചെല്ലുമ്പോൾ, ഇല്ലെങ്കിൽ ഫ്യൂൽ അടിക്കാൻ ചെല്ലുന്ന സമയത്തൊക്കെ അവിടെ അവരുടെ സെയിൽസ് ടീം ഉണ്ടാകും. അവർ പറഞ്ഞത് കൊണ്ട് മാത്രമായിരിക്കും കാർഡ് എടുക്കുന്നത്. ഇത് ഉപയോഗിച്ചാൽ മാത്രം ചാർജ് കൊടുത്താൽ മതി, ഉപകാരപ്പെടുമെന്നൊക്കെ പറയുന്നത് കൊണ്ടായിരിക്കും കാർഡ് എടുക്കുന്നത്. അതെങ്ങനെ ഉപയോഗിക്കണം എന്ന് വ്യക്തമായ ധാരണയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ആക്ച്വലി ക്രെഡിറ്റ് കാർഡുകൾ എന്താണെന്ന് മനസ്സിലാക്കി നമ്മളത് കറക്റ്റായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതേസമയം നമ്മളത് റോങ് ആയിട്ട് ഉപയോഗിച്ച് നമ്മൾ മനസ്സിലാക്കാതെ തോന്നുന്ന പോലെയൊക്കെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് തന്നെ താറുമാറാക്കാൻ ആ ഒരു ചെറിയ ടൂൾ മതി, ഒരു ക്രെഡിറ്റ് കാർഡ് മതിയാകും. കാരണം ക്രെഡിറ്റ് കാർഡുകൾക്ക് അത്രത്തോളം വലിയ ദൂഷ്യ ഫലങ്ങളാണുള്ളത്. പല വീഡിയോകളിലും നമ്മൾ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ക്രെഡിറ്റ് കാർഡുകൾക്ക് ബെനിഫിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ അതുകൊണ്ട് പ്രശ്നമുണ്ട്. പക്ഷേ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് ബാധ്യത ഉണ്ടായവരാണ് കൂടുതൽ ആളുകളും. അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നവർ വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ്. നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് കൊണ്ട് ആവശ്യമില്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് എടുക്കരുത്. ക്രെഡിറ്റ് കാർഡ് എല്ലാവർക്കും പറ്റിയൊരു ടൂളല്ല. നമ്മളിപ്പോൾ പലരും തിങ്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കാർഡ് എടുത്തത് ഉപയോഗിച്ചാൽ മാത്രം നമ്മൾ ചാർജ് കൊടുത്താൽ മതി എന്നൊക്കെയാണ്. ശരിയൊക്കെയാണ്. പക്ഷേ നമ്മൾ കാർഡ് എടുത്തിട്ട് അത് കൃത്യമായിട്ട് സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളും ചെക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് ജോയിനി ഫീസും ഇല്ലെങ്കിൽ ഇൻഷുറൻസ് പ്ലാനും കാര്യങ്ങളൊക്കെ കിടന്നിട്ട് അതിൻ്റെ ചാർജൊക്കെ എടുക്കുന്നുണ്ടാകും. നമ്മൾ ശ്രദ്ധിക്കില്ല. പക്ഷേ ഈ ഒരു എമൗണ്ട് അവർ പിടിച്ചിട്ട് നമ്മൾ അത് ശ്രദ്ധിക്കാതെ അത് ഡ്യൂ ആയിട്ട് മാറി വലിയ എമൗണ്ടായിട്ടൊക്കെ മാറുന്ന സമയത്തായിരിക്കും നമ്മൾ പലപ്പോഴും അറിയുന്നത് ആ ഒരു തുക നമ്മൾ റീപേ ചെയ്യേണ്ടതായിട്ട് വരുമെന്ന്. അത് അപ്പോഴേക്കും വലിയ തുകയായിട്ട് മാറിയിട്ടുണ്ടാകാം. അതുപോലെ തന്നെ ഡ്യൂ മാർക്കൊക്കെ നമ്മുടെ സിബിൽ വന്നിട്ട് നമ്മുടെ സിബിലും കാര്യങ്ങളൊക്കെ മോശമായിട്ടുണ്ടാകും. പലപ്പോഴും എന്തെങ്കിലും ഹോം ലോണോ ഇല്ലെങ്കിൽ കാർ ലോണോ ഒക്കെ എടുക്കാൻ ബാങ്കിൽ ചെല്ലുന്ന സമയത്തായിരിക്കും സിബിൽ റിപ്പോർട്ട് എടുക്കുമ്പോൾ ഇങ്ങനെ ഡ്യൂ വന്നതായിട്ട് കാണുന്നത്. അപ്പോഴായിരിക്കും തിങ്ക് ചെയ്യുന്നത് ഞാൻ അന്നൊരു ക്രെഡിറ്റ് കാർഡ് എടുത്തിരുന്നു, അത് ശ്രദ്ധിച്ചില്ല എന്നൊക്കെ. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നമുക്കൊരു കാർഡ് എടുത്ത് കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ അറിയണം, കൃത്യമായിട്ട് അത് മോണിറ്റർ ചെയ്യണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊന്നും പറ്റാത്തൊരു വ്യക്തിയാണെങ്കിൽ ക്രെഡിറ്റ് കാർഡുകൾ ജസ്റ്റ് അവോയ്ഡ് ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുക. നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് കൊണ്ട് ബെനിഫിറ്റ് ആണോ ഇല്ലെങ്കിൽ പ്രശ്നങ്ങളാണോ ലൈഫിൽ ഉണ്ടായിട്ടുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓരോ ക്രെഡിറ്റ് കാർഡിനും ഒരു ബില്ലിംഗ് സൈക്കിൾ ഉണ്ടാകും. ആ ബില്ലിംഗ് സൈക്കിൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് ആ ഒരു ബില്ലിംഗ് സൈക്കിളിൽ നമ്മൾ സ്പെൻഡ് ചെയ്ത ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ബില്ല് ജനറേറ്റ് ആകും. ആ ബില്ല് വന്ന് ഒരു 15 മുതൽ 18 ദിവസം വരെ നമുക്കൊരു ടൈം പീരീഡ് ഉണ്ടാകും. ആ ടൈം പീരീഡ് എൻഡ് ചെയ്യുന്നൊരു ഡേറ്റാണ് ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. ആ ഡ്യൂ ഡേറ്റിന് മുൻപായിട്ടാണ് നമ്മൾ ഉപയോഗിച്ച കംപ്ലീറ്റ് എമൗണ്ട് റീപേ ചെയ്യേണ്ടത്. നമ്മുടെ ബില്ല് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2 ബില്ല് എമൗണ്ട് കാണാനായിട്ട് സാധിക്കും. ഒന്ന് മിനിമം എമൗണ്ട് ഡ്യൂ, മറ്റൊന്ന് ഫുൾ ഡ്യൂ എമൗണ്ട്. മിനിമം എമൗണ്ട് ഡ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഫുൾ എമൗണ്ടിൻ്റെ 5% പ്ലസ് എന്തെങ്കിലും EMI ഉണ്ടെങ്കിൽ അത്, എന്തെങ്കിലും ഫൈനാൻസ് ചാർജ് ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്തുകൊണ്ടുള്ള ഒരു എമൗണ്ട് ആയിരിക്കും. ഈ ഒരു മിനിമം എമൗണ്ട് ഡ്യൂ അടച്ച് മുന്നോട്ട് പോകുന്നവരാണ് പലർക്കും അതിനെപ്പറ്റി വ്യക്തമായ ധാരണയില്ല. ചെറിയ എമൗണ്ട് കാണുമ്പോൾ അതെടുത്തടക്കും. പക്ഷേ മിനിമം എമൗണ്ട് ഡ്യൂ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ട്രാപ്പാണ്. അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഐ ബട്ടണിൽ ആഡ് ചെയ്യാം. തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കാണുക, അതിനെപ്പറ്റി വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. നമ്മളെപ്പോഴും പേ ചെയ്യേണ്ടത് ഫുൾ എമൗണ്ട് ഡ്യൂ ആണ്. നമ്മൾ ലാസ്റ്റ് ബില്ലിംഗ് സൈക്കിളിൽ എത്ര രൂപയാണോ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ആ എമൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റീപേ ചെയ്യണം. ഫുൾ എമൗണ്ട് ഡ്യൂ ആണ് നമ്മൾ എപ്പോഴും റീപേ ചെയ്യേണ്ടത്. ആ ഫുൾ എമൗണ്ട് ഡ്യൂ നമ്മൾ കറക്റ്റായിട്ട് ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് റീപേ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതർവൈസ് നമ്മൾ ഒരു ഡെറ്റ് ട്രാപ്പിൽ പോയി പെടും. ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ കൂടുതലായതിനാൽ നമ്മൾ ഡെറ്റ് ട്രാപ്പിൽ പോയി പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ എപ്പോഴും പേ ചെയ്യേണ്ടത് ഫുൾ എമൗണ്ട് ഡ്യൂ ആണ്. നമ്മുടെ ബില്ലിൽ ഒരു ഡ്യൂ ഡേറ്റ് ഉണ്ടാകും. ആ ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ടാണ് നമ്മൾ ബിൽ എമൗണ്ട് പേ ചെയ്യേണ്ടത്. പക്ഷേ പലപ്പോഴും നമുക്ക് ഇത് മിസ്സായെന്ന് വരാം. നമ്മൾ ഓർക്കില്ല, ഡ്യൂ ഡേറ്റ് ഓർക്കില്ല, അങ്ങനെ മിസ്സാകും. അതുപോലെ തന്നെ പലപ്പോഴും ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ഫണ്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റീപേ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെ സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് റീപേ ചെയ്യാൻ പറ്റില്ല എന്ന് വരാം. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ബില്ലടക്കാൻ സാധിക്കാതെ വരും ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട്. നമ്മൾ ഡ്യൂ ഡേറ്റ് ആയിട്ട് നമ്മുടെ ബിൽ എമൗണ്ട് റീപേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് എത്രയാണോ അതനുസരിച്ചൊരു ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് ബാങ്ക് ഈടാക്കും. ഇത് നോർമലി 300 രൂപയ്ക്കും 1500 രൂപയ്ക്കും ഇടയിലാണ്. നമ്മളുടെ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് എത്രയാണോ അതനുസരിച്ചായിരിക്കും ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് വരുന്നത്. ഇത് ബാങ്കുകൾക്കനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും, അതുപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടിനനുസരിച്ചും വ്യത്യാസപ്പെട്ടിരിക്കും. എന്തായാലും ഒരു ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് ആപ്ലിക്കബിൾ ആണ്. ഇനി ഡ്യൂ ഡേറ്റ് ആയിട്ടും നമ്മുടെ ബിൽ എമൗണ്ട് നമുക്ക് റീപേ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കുന്ന രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് ആണ്. ക്രെഡിറ്റ് കാർഡുകളുടെ ഇൻട്രസ്റ്റ് ഹ്യൂജ് ആണ്. മന്ത്ലി ഇൻട്രസ്റ്റ് നോക്കുന്ന സമയത്ത് 3.5 മുതൽ 4% വരെയാണ്. ഇയർലി നോക്കുമ്പോൾ 30 മുതൽ 45% വരെയൊക്കെയാണ് ആനുവൽ ഇൻട്രസ്റ്റ് വരുന്നത്. ഇത് കാർഡുകൾക്കനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. FD ഒക്കെ ഇട്ട് എടുക്കുന്ന ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ ഈ ഒരു ഇൻട്രസ്റ്റ് കുറവായിരിക്കും. അതേസമയം അൺസെക്യൂർഡ് ക്രെഡിറ്റ് കാർഡുകളാണെങ്കിൽ ഇൻട്രസ്റ്റ് ഈ പറഞ്ഞ രീതിയിൽ 40% മുകളിൽ 45% വരെയൊക്കെ പോകാറുണ്ട്. ചില കാർഡിന് 48% വരെയൊക്കെ ആനുവൽ ഇൻട്രസ്റ്റ് പോകാറുണ്ട്. സോ അത്രയും ഹ്യൂജ് ഇൻട്രസ്റ്റ് ആണ് ക്രെഡിറ്റ് കാർഡുകൾക്കുള്ളത്. സോ നമ്മൾ ഡ്യൂ ഡേറ്റ് ആയിട്ട് നമ്മളുടെ ബിൽ എമൗണ്ട് അടച്ചില്ല എന്നുണ്ടെങ്കിൽ ബാക്കി അടക്കാനുള്ള ഒരു എമൗണ്ടിന് കംപ്ലീറ്റ് ആയിട്ട് ഇൻട്രസ്റ്റ് ആപ്ലിക്കബിൾ ആണ്. നമ്മുടെ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടിന് നമ്മൾ പലിശ കൊടുക്കണം. അതുപോലെ തന്നെ ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് അവരെടുക്കും, അതിന് പലിശ കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ ഈ പറഞ്ഞ ഫൈനാൻസ് ചാർജിനൊക്കെ GST ആപ്ലിക്കബിൾ ആണ്, അതിന് നമ്മൾ
ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. ഒരു ചെറിയ എമൗണ്ട് ആണെങ്കിൽ കൂടി ഡേ ബൈ ഡേ മുന്നോട്ട് പോകുന്നതോറും അത് വലിയ എമൗണ്ട് ആയിട്ട് മാറും. മൂന്നാമതായിട്ട് സംഭവിക്കുക, നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ഡ്രോപ്പ് ആകും. നമ്മൾ റീപേ ചെയ്തില്ല, ഡ്യൂ ഡേറ്റ് ആയിട്ടും റീപേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബാങ്കുകൾ അത് ക്രെഡിറ്റ് ബ്യൂറോകളെ റിപ്പോർട്ട് ചെയ്യും. സോ നമ്മുടെ സിബിൽ സ്കോർ കുറയും. നോർമലി ഡ്യൂ വന്നു കഴിഞ്ഞാൽ ഒരു 50 മുതൽ 100 പോയിന്റ് വരെ നമ്മുടെ സിബിൽ സ്കോർ കുറയും. പലരും തിങ്ക് ചെയ്യുന്നത് ഇങ്ങനെ ഡ്യൂ വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് പിന്നെ നമ്മുടെ കയ്യിൽ ഫണ്ട് വരുമ്പോൾ റീപേ ചെയ്യുമ്പോൾ നമുക്ക് ക്രെഡിറ്റ് സ്കോർ പഴയ രീതിയിലേക്ക് വരുമെന്നൊക്കെ ആയിരിക്കും പലരും തിങ്ക് ചെയ്യുന്നത്. അതിൽ പാതി കറക്റ്റാണ്. നമ്മൾ പിന്നീട് അത് റീപേ ചെയ്തു, പിന്നെ നമുക്ക് വേറെ ഏതെങ്കിലും കാർഡ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ EMI ഉണ്ട്, അത് കറക്റ്റായിട്ട് റീപേ ചെയ്ത് കഴിഞ്ഞാൽ കുറഞ്ഞ സ്കോർ നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. പക്ഷേ അവിടെ വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഡ്യൂ വന്ന ഒരു ഡ്യൂ മാർക്ക് നമ്മുടെ റിപ്പോർട്ടിൽ ഉണ്ടാകും. റിപ്പോർട്ടിൽ നമ്മൾ ആ ഒരു കാർഡ് എടുത്തിട്ട് അതിൽ ഡ്യൂ വന്നത് ആ ഒരു ഹിസ്റ്ററി അവിടെ ഉണ്ടാകും. അതൊരു 7 മുതൽ 10 വർഷം വരേക്കും ഉണ്ടാകും. 10 വർഷമായിട്ടും റിപ്പോർട്ടിൽ നിന്നും ഇങ്ങനെ ഡ്യൂ മാർക്ക് പോകാത്ത പലരും ഉണ്ട്. സോ പേപ്പറിൽ പറയുന്നത് 7 മുതൽ 10 വർഷം വരെ അതിനുള്ളിൽ നമ്മുടെ ഡ്യൂ വന്ന ഒരു ഹിസ്റ്ററി നമ്മുടെ റിപ്പോർട്ടിൽ നിന്നും പോകുമെന്നാണ്. സോ അത്രയും നാൾ നമ്മുടെ റിപ്പോർട്ടിൽ ഡ്യൂ മാർക്ക് ചെയ്യപ്പെടും. ഡ്യൂ മാർക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു നല്ല ലോൺ, അതായത് ഇപ്പോൾ ഒരു ഹോം ലോൺ അല്ലെങ്കിൽ ഒരു കാർ ലോണൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്കത് റിജക്റ്റ് ചെയ്യപ്പെടും. സോ നമ്മളുടെ ഒരു യങ് ഏജിലായിരിക്കും ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ കാര്യമാക്കാതെ ക്രെഡിറ്റ് കാർഡൊക്കെ എടുത്ത് ഉപയോഗിച്ചു അത് ഡ്യൂ വരത്തേക്ക് പോകുന്നത്. പിന്നെ മുന്നോട്ട് പോയി നമ്മളൊരു മെച്യൂർ ഏജിലെത്തി നമ്മളൊരു വീടൊക്കെ വെക്കാനായിട്ട് ലോൺ എടുക്കുന്ന സമയത്തായിരിക്കും അത് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് മാറുന്നത്. പണ്ട് വരുത്തിയ ഡ്യൂ കാരണം ലോണും കാര്യങ്ങളൊക്കെ റിജക്റ്റ് ചെയ്യപ്പെടും. പിന്നെ ഡ്യൂ വരുത്തി കഴിഞ്ഞാൽ സംഭവിക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ പലപ്പോഴും ബാങ്ക് നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റ് കുറക്കും. കാരണം നമ്മൾ ഡ്യൂ വരുത്തിയത് കൊണ്ട് തന്നെ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം റിസ്ക് ആണ് നമുക്ക് അത്രയും ലിമിറ്റ് അനുവദിച്ച് തന്നു കഴിഞ്ഞാൽ. സോ ഉയർന്ന ലിമിറ്റേക്കുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഡ്യൂ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ബാങ്ക് അവരുടെ ലിമിറ്റ് കട്ട് ഡൗൺ ചെയ്യും. പിന്നെ ഇങ്ങനെ മാസങ്ങളോളം മുന്നോട്ട് പോകും തോറും നമ്മളുടെ ചെറിയ എമൗണ്ട് ആണെങ്കിൽ കൂടെ അത് വലിയ എമൗണ്ട് ആയിട്ട് മാറും. നമുക്ക് അടക്കാൻ പറ്റിയില്ല, മുന്നോട്ട് പോകും തോറും ഇങ്ങനെ ഡ്യൂ ആയി പോകുന്ന സമയത്ത് ഇത് ബാങ്ക് ഏതെങ്കിലും റിക്കവറി ഏജൻസിന് കൈമാറും. പിന്നെ നമുക്ക് കോളും കാര്യങ്ങളൊക്കെ വരാനായിട്ട് തുടങ്ങും ഇത് റീപേ ചെയ്യാനായിട്ട് പറഞ്ഞുകൊണ്ട്. പിന്നെ അത് ലീഗലി മൂവ് ചെയ്യും, റിക്കവറി ടീംസും കാര്യങ്ങളൊക്കെ വരും. സോ അങ്ങനെ പല സ്റ്റേജിലേക്ക് അത് പിന്നീട് കൈമാറ്റം ചെയ്യപ്പെടും. സോ നമ്മൾ ക്രെഡിറ്റ് കാർഡ് എടുത്ത് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന തുക നമ്മൾ റീപേ ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആണ്. ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് തന്നെ കംപ്ലീറ്റ്ലി റീപേ ചെയ്യുക. ഇനി പല കാരണങ്ങൾ കൊണ്ട് ആദ്യം പറഞ്ഞ രീതിയിൽ നമുക്ക് ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് റീപേ ചെയ്യാൻ പറ്റില്ല എന്ന് വരാം. ആദ്യം പറഞ്ഞ രീതിയിൽ മറന്നു പോയതാണെങ്കിൽ നമുക്കത് ഓർമ്മ വരുന്ന സമയത്ത് അത് റീപേ ചെയ്യാം, ഇല്ലെങ്കിൽ അത് മറവി ഒഴിവാക്കാനായിട്ട് പലതും ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് റിമൈൻഡർ വെക്കാം, ഇല്ലെങ്കിൽ ഓട്ടോ പേയ്മെൻറ്റ് സെറ്റ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഇനി അതേസമയം നമുക്ക് കയ്യിൽ പണമില്ല എന്നുണ്ടെങ്കിൽ അലിസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തേത് മിനിമം എമൗണ്ട് ഡ്യൂ എങ്കിലും അടക്കുക. അത് അടച്ചു കഴിഞ്ഞാൽ സിബിലിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഒഴിവാക്കാം, അതുപോലെ തന്നെ ലേറ്റ് പേയ്മെന്റ് ഫീസും ഒഴിവാക്കാം. പക്ഷേ ഇൻട്രസ്റ്റ് ആപ്ലിക്കബിൾ ആണ്. മിനിമം എമൗണ്ട് ഡ്യൂ കൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് അതാണ്. നമുക്ക് അടക്കാൻ പണമില്ലെങ്കിൽ അതെങ്കിലും അറ്റ്ലീസ്റ്റ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലേറ്റ് പേയ്മെന്റ് ഫീസ് ഒഴിവാക്കാം, അതേപോലെ തന്നെ സിബിലിൽ റിപ്പോർട്ട് ആകുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. പക്ഷേ പലിശ ആപ്ലിക്കബിൾ ആണ്. നമ്മളത് റീപേ ചെയ്യുന്നത് വരെ ഹ്യൂജ് ഇൻട്രസ്റ്റ് ഇങ്ങനെ കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കും. അതാണ് ആ മിനിമം എമൗണ്ട് ഡ്യൂ ഒരു വില്ലൻ എന്ന രീതിയിൽ ആദ്യം പറഞ്ഞത്. ഞാൻ അതിനെപ്പറ്റി ചെയ്ത വീഡിയോ കാണുക, ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി മനസ്സിലാക്കിയിരിക്കുക. സോ നിങ്ങളുടെ കയ്യിൽ ഫുൾ എമൗണ്ട് ഡ്യൂ അടക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്, എങ്ങനെ നോക്കിയിട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു മിനിമം എമൗണ്ട് ഡ്യൂ എങ്കിലും എങ്ങനെയെങ്കിലും പണം കണ്ടെത്തി അടക്കുക. ഇതൊരു താൽക്കാലിക ഒരു ആശ്വാസം മാത്രമാണ്. പിന്നെ വേഗത്തിൽ ഫണ്ട് കണ്ടെത്തി ഫുൾ എമൗണ്ട് ഡ്യൂ സെറ്റിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ ഒരിക്കലും മിനിമം എമൗണ്ട് ഡ്യൂ മാത്രം അടച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാതിരിക്കുക. എപ്പോഴും ഒരു സാവകാശം കിട്ടും മിനിമം എമൗണ്ട് ഡ്യൂ അടക്കുമ്പോൾ, എത്രയും വേഗം തന്നെ ബാക്കി എമൗണ്ട് കൂടി അടക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ നമ്മൾ ഡ്യൂ ഡേറ്റ് ആയിട്ടും അടച്ചില്ല എന്നുണ്ടെങ്കിൽ ലേറ്റ് പേയ്മെന്റ് ഫീസൊക്കെ നമ്മുടെ മെയിലിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യും. അത് ഒഴിവാക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് കസ്റ്റമർ കെയറിൽ വിളിക്കുക. പലപ്പോഴും കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് ഇത് ആദ്യത്തെ തവണയാണ്, ഇനി ഇത് ആവർത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ കയ്യിൽ നിന്നും എടുത്ത ആ ഒരു ലേറ്റ് പേയ്മെന്റ് ഫീസ് നമുക്ക് വേവ് ചെയ്ത് തരാറുണ്ട്. സോ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഡ്യൂ ഡേറ്റ് മറന്നു പോകാതിരിക്കാൻ നമുക്ക് ക്രെഡ് അങ്ങനെയുള്ള ആപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ എന്തെങ്കിലും റിമൈൻഡറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. അതുമല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ 1-2 കാർഡാണെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ജനറേഷൻ ഡേറ്റും കാര്യങ്ങളൊക്കെ ഒരേ ഡേറ്റ് ആയിട്ട് സെറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഒരു ഡേറ്റിൽ കുറച്ച് മന്ത് ഇങ്ങനെ റീപേ ചെയ്യുന്ന സമയത്ത് പിന്നെ അത് മറന്നു പോകുകയില്ല. ആ ഒരു ഡേറ്റ് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മ വരികയും ബില്ലടക്കാൻ സാധിക്കുകയും ചെയ്യും. സോ അങ്ങനെ നിങ്ങളുടെ മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ ബിൽ ഡേറ്റൊക്കെ ഒരു ഡേറ്റ് ആയിട്ട് സെറ്റ് ചെയ്യാം. ഇങ്ങനെ പല ഡേറ്റ് വരുന്ന സമയത്താണ് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നത്. ഓരോ കാരണവും ഓരോ ഡേറ്റും ഓരോ ഡ്യൂ ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. സോ പലപ്പോഴും നമ്മൾ വിട്ടുപോകും. ഈ ഒരു തരത്തിൽ നിങ്ങൾക്ക് ഫുൾ എമൗണ്ട് അടക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ചെറിയ ഇൻട്രസ്റ്റിലേക്ക് EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ ഇല്ല നോക്കുക. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ കടം വാങ്ങി പേഴ്സണൽ ലോണോ അങ്ങനെയുള്ള എന്തെങ്കിലും തരത്തിൽ കടം വാങ്ങിയിട്ട് ആ രീതി ഒന്ന് ട്രൈ ചെയ്യുക. കാരണം ക്രെഡിറ്റ് കാർഡ് ഇൻട്രസ്റ്റിനേക്കാൾ ചീപ്പാണ് പലപ്പോഴും പേഴ്സണൽ ലോൺ. പേഴ്സണൽ ലോണിൻ്റെ ഇൻട്രസ്റ്റ് 16-12% ആണെങ്കിൽ ക്രെഡിറ്റ് കാർഡിൻ്റെ ഇൻട്രസ്റ്റ് ആദ്യം പറഞ്ഞ രീതിയിൽ ആനുവലി 40-45% വരെയൊക്കെയാണ്.
സോ ഉയർന്ന ഇൻട്രസ്റ്റ് ആണ് ക്രെഡിറ്റ് കാർഡിന് വരുന്നത്. സോ ലോ ഇൻട്രസ്റ്റിൽ നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും കടം കിട്ടുമെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ക്രെഡിറ്റ് കാർഡ് ഡെറ്റ് നിങ്ങൾക്ക് അങ്ങ് ക്ലോസ് ചെയ്യാം. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ക്രെഡിറ്റ് കാർഡ് അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ പിന്നെയും ആ ഒരു ബാധ്യതയിലേക്ക് പോയി വീഴാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒരു വഴിയും ഇല്ലെങ്കിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഓപ്ഷൻ എന്ന് പറയുന്നത് സെറ്റിൽമെൻ്റ് ആണ്. സെറ്റിൽമെൻറ്റ് ആവശ്യപ്പെടാം. സെറ്റിൽമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയുന്ന ഒരു എമൗണ്ട് അടച്ച് നമുക്ക് അതിൽ നിന്ന് ഊരി പോരാം. പിന്നെ ആ കട ഇങ്ങനെ കൂടി വരെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അവർ പറയുന്ന സെറ്റിൽമെൻറ്റ് എമൗണ്ട് എത്രയാണോ അത് വെച്ച് നമുക്ക് അതടച്ച് നമുക്ക് ആ ഒരു കടം അവിടെ ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ സിബിലിൽ ഈ ഒരു സെറ്റിൽമെൻറ്റ് മാർക്ക് ചെയ്യപ്പെടും. പിന്നെ നമുക്ക് ഫ്യൂച്ചറിൽ പോയിട്ട് നല്ലൊരു ലോണോ കാര്യങ്ങളോ ഒന്നും എടുക്കാനായിട്ട് സാധിക്കില്ല. അതെപ്പോഴും നമ്മുടെ ഹിസ്റ്ററിയിൽ ഉണ്ടാകും. പിന്നെ നമുക്ക് ഭാവിയിൽ ഒരു കാർ ലോണോ അല്ലെങ്കിൽ ഹോം ലോണൊക്കെ എടുക്കുന്ന സമയത്ത് അത് ബുദ്ധിമുട്ടായിട്ട് മാറും, നമുക്ക് കിട്ടില്ല. അപ്പോൾ ആ ഒരു കാര്യം ഓർക്കുക. അവർ പറയുന്ന എമൗണ്ട് പേ ചെയ്തുകൊണ്ട് സെറ്റിൽ ചെയ്ത് നമുക്ക് കടത്തിൽ നിന്ന് ഊരി പോരാം. നമുക്കൊരു സമാധാനം ഉള്ളൊരു ലൈഫിലേക്ക് പോകാനായിട്ട് സാധിക്കും. ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി